ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മൊറോക്കോയിലാണ്. മൊറോക്കോയിൽ ടാങ്കിയർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഉള്ളത്. എൻ്റെ മോനെ ബാഗിൻ്റെ വെയിറ്റ് ഇപ്പം എനിക്ക് 26 കിലോ എന്തുണ്ട് ടോട്ടലേ. ലൈക്ക് എൻ്റെ സൈഡ് ബാഗും വെള്ളവും ഫ്രണ്ടിലെ ബാഗും ബാക്കിലെ ബാഗും വേസ്റ്റ് പൗച്ചും എല്ലാം കൂടെ ശരിക്കും പറഞ്ഞാൽ ശ്വാസം മുട്ടുന്നു. എല്ലാം കൂടെ ഇട്ടിട്ട് നടക്കുമ്പോൾ അതിനിടയിൽ കുറേ ജാക്കറ്റും. ഒന്ന് വെയിൽ വന്നേ, മഴയായിരുന്നു. ഇപ്പോൾ വെയിൽ വന്നേ, കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വീണ്ടും മഴ പെയ്യും. സോ ഞാൻ ഹോസ്റ്റലെല്ലാം ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. എവിടേക്കാന്ന് പ്ലാനൊന്നുമില്ല. നെക്സ്റ്റുള്ള ഏതെങ്കിലുമൊക്കെ വില്ലേജസിലേക്കാണ് പോകാൻ വിചാരിക്കുന്നത്. ആദ്യം ഈ ടൗണിൽ നിന്ന് പുറത്ത് കിടക്കണം. അതിന് വേണ്ടിയിട്ട് കുറേ നടക്കാനുണ്ട്. 1-2 കിലോമീറ്റർ നടന്നാലാണ് ലിഫ്റ്റ് അടിക്കാനുള്ളൊരു പുറത്തുള്ള സ്ഥലത്തെത്തുള്ളൂ. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കണേ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഫുൾ തിരക്കാണ്. ടൂറിസ്റ്റുകളും ലോക്കൽ ആൾക്കാരും എല്ലാവരും പുറത്തിറങ്ങുന്ന ദിവസമാണ് ഈ ദിവസം ഞാൻ പോകുന്നത്. എനിക്കാണെങ്കിൽ എന്ത് പറ്റിയെന്ന് അറിയില്ല, ഭയങ്കര ത്രോട്ട് പെയിൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഐസ്ക്രീം കഴിച്ചില്ലേ, അതിൻ്റെ ആണോ എന്നറിയില്ല, നല്ല രീതിയിൽ ത്രോട്ട് പെയിൻ ഉണ്ട്. രാവിലെ ഞാൻ എഗ്ഗും പിന്നെ എൻ്റെ കുറച്ച് മ്യൂസ്ലി ഉണ്ടായിരുന്നു. ഇന്നലെ പാല് മേടിച്ചിട്ടുണ്ടായി, അപ്പോൾ അതും കഴിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. 12 മണിക്കാണ് ഞാൻ ഇറങ്ങിയേട്ടോ. ഇവിടെ നമുക്ക് ഒരുപാട് പാട്ടും പരിപാടിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട്, വ്യൂ പോയിന്റ് ഒക്കെ ആയിട്ട്. അവിടെ കണ്ടോ, ആഫ്രിക്കൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. മീൻസ് മൊറോക്കോ ആഫ്രിക്കൻ രാജ്യമാണ്, പക്ഷേ മൊറോക്കൻ അറബി കൾച്ചറും അറബിയൊക്കെയാണ് ഭാഷ. പക്ഷെ ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആഫ്രിക്കൻസാണ് ആ കാണുന്നതൊക്കെ. നമുക്ക് കണ്ടോ അങ്ങ് ദൂരെ അവിടെ നമുക്ക് എത്രയോ ആൾക്കാർ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അതെല്ലാം കണ്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അവരങ്ങനെയൊക്കെയാണ് കേട്ടോ പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, എന്തൊക്കെയോ വെച്ച് കൊട്ടുന്നു. നമുക്ക് ഡാൻസും പാട്ടും കൊട്ടും ഒക്കെ ഉണ്ട്. അവിടുന്ന് എനിക്കൊരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടോ. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മലയാണ് കാണുന്നത്, വില്ലേജും. എന്ത് രസമാണ് നോക്ക്, വെള്ള വീടുകളെല്ലാം, ഫുള്ള് പച്ചപ്പും. അയ്യോ, ചിത്രം വരച്ച പോലെ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ. എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ടൊക്കെ പോകാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ വഴി നോക്കുക, അങ്ങോട്ട് ഏത് വഴിയാണ് പോകുന്നതെന്ന്. ആ വഴിയേ കാണുന്നില്ല, മീൻസ് റോഡേ കാണുന്നില്ല കേട്ടോ അങ്ങോട്ട് പോകാനായിട്ട്. ഭയങ്കര രസമുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ്. ഞാനിപ്പോൾ ഗ്ലാസ്സൊക്കെ തുറന്നാൽ തന്നെ നല്ല രീതിയിൽ തണുപ്പടിക്കുന്നുണ്ട്. അടിപൊളി വില്ലേജസ്. ഹലോ, ഞാൻ വേറൊരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താ പറ്റിയെന്നറിയില്ല, ഭയങ്കരമായിട്ട് പനിയാണോ എന്താ അറിയില്ല, ഫുൾ ബോഡി ഷിവറിങ്ങും ത്രോട്ട് പെയിനും. സ്റ്റാർട്ടിങ്ങിലേ ത്രോട്ട് പെയിൻ ഉണ്ടായിരുന്നു, പിന്നെ അതിനുശേഷം ഭയങ്കര തലവേദനയും, ഭയങ്കര ടയേർഡായി. അപ്പം ഞാൻ ലിഫ്റ്റ് അടിച്ച വണ്ടിയിൽ ആൾക്കാർ ഓൾറെഡി ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നുണ്ട്. 3-4 റൂമുണ്ട്, അവിടെ വേണം സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത്. അല്ലെങ്കിലും ഞാൻ ഇന്നിവിടെ എവിടെയെങ്കിലും ഹോസ്റ്റൽ വല്ലതും എടുക്കുമെന്ന് വിചാരിച്ചു, കാരണം തീരെ പറ്റുന്നുണ്ടായില്ല കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലേജിൽ, ഒരു ചെറിയ ടൗണിലാണ് ഞാൻ വന്നെത്തിയിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. എനിക്കിത് കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നുണ്ട്, പക്ഷെ നല്ല തണുപ്പും നല്ല മഴയാണ്. അപ്പോൾ നാളെ വെയിലുണ്ടെന്ന് തോന്നുന്നു, വെയിലുണ്ടായാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാം ഞാൻ കാണിച്ചു തരാം. ദേ നോക്ക്, എന്ത് അടിപൊളി സ്ഥലമാണ് കണ്ടോ. ഇത് ഇവിടുത്തെ മൊറോക്കോയിലൊരു ബ്ലൂ സിറ്റിയാണ് കണ്ടോ. അതെല്ലാം മൗണ്ടെയിൻസ് ആണ്, നല്ല ഹൈറ്റിലാണുള്ളത്. മൊത്തം നീല കളറാണ്. ബാങ്ക് കൊടുക്കുന്ന സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട് കണ്ടോ. ഇതുപോലൊരു ഇടവഴി കൂടെ ഇങ്ങനെ താഴേക്ക് നമുക്ക് ഇറങ്ങിയിട്ട് പോവാട്ടോ. കണ്ടോ, എല്ലാവിടെയും ഇങ്ങനെ ബ്ലൂ കളർ. അതെ, ഈ വീടിൻ്റെ കളർ കണ്ടോ, ബ്ലൂ ആണ്. എവിടെ നോക്കിയാലും ബ്ലൂ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഇരുട്ടായതുകൊണ്ടാണ് നേരെ കാണാൻ പറ്റാത്ത കേട്ടോ. നല്ല രസമുണ്ട്. എനിക്കാണെങ്കിൽ മിണ്ടാൻ തന്നെ പറ്റുന്നില്ല, ഭയങ്കര രീതിയിൽ ത്രോട്ട് പെയിൻ ആയതുകൊണ്ട് കേട്ടോ. നൈസാണ് ഈ ഒരു പ്ലേസ് എല്ലാം. പുറത്തെല്ലാം അടിപൊളിയാണ്. പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ട്, മഴ ആയതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത. ഇവിടെ എല്ലാം കിച്ചണെല്ലാം ഉണ്ട്. എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ റൂമുണ്ട് കേട്ടോ. 2 പേരേ ഉള്ളൂ ലിഫ്റ്റ് അടിച്ച് വന്നതിൽ. അവരവിടെ ഫോണൊക്കെ നോക്കി എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 1 2 3 ഇവിടെ റൂമ്, പിന്നെ ഇവിടെ ഒരു റൂമ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്പുറയാണ് കിടക്കാൻ വിചാരിക്കുന്നത്. ഇവിടെ വാഷ്റൂം ആട്ടോ. എല്ലാം നീല തന്നെയാണ്, കണ്ടില്ലേ, കംപ്ലീറ്റ് ഒരു നീലമയം. എൻ്റെ ബാഗ് ഞാൻ അവിടെ വെച്ച് ഇവിടെ ഞാനിന്ന് കിടക്കുന്നത്.
മോർണിംഗ്. ഇന്നലെ ഇവിടെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറേ നേരം ഉറങ്ങി, എനിക്ക് വയ്യാത്തതുകൊണ്ട് ഇന്ന് രാവിലെ എണീച്ചു. ഇപ്പോഴും ത്രോട്ടും ഹെഡേക്കൊക്കെ ഉണ്ട് കേട്ടോ. വെയിൽ വന്നു, അപ്പോൾ തന്നെ ഒരു സമാധാനം. മഴയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് തണുപ്പിൽ. ഇപ്പോഴും തണുപ്പുണ്ട്, 3 ഡിഗ്രിയൊക്കെയാണ്. 3 ഡിഗ്രിയിൽ പോകുമ്പോൾ തന്നെ എന്തോ പോലെയാ. രാവിലെ തന്നെ ഞാനപ്പോൾ ഇറങ്ങിയിട്ട് അടുത്തിന് എങ്ങോട്ടേലും പോകണം. എങ്ങോട്ടാന്ന് പ്ലാനൊന്നുമില്ല. ഓരോന്ന് ക്ലിയറായി വരുമ്പോൾ ഓരോ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ മൗറിറ്റാനിയയ്ക്ക് അടുത്ത രാജ്യം പോകാൻ ഉദ്ദേശിക്കുന്നത്. മൗറിറ്റാനിയൻ്റെ വിസ മുൻ ഓൺ അറൈവലായിരുന്നു, പിന്നെ ഫ്ലൈറ്റ് എടുത്ത ഓൺ അറൈവലായിരുന്നു. ഇപ്പോൾ അത് രണ്ടും ഇല്ലാണ്ട് ഇപ്പോൾ ഇലക്ട്രോണിക് വിസയാണ്. ഇലക്ട്രോണിക് വിസ കൊടുത്തിട്ട് 10 ദിവസമായി, ഒരു റെസ്പോൺസും ഇല്ല. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ നോക്കി. അവിടെ മലയാളീസൊന്നും ഇല്ല, ഇന്ത്യൻസ് തന്നെ 1-2 ഉള്ളൂ. ഫേസ്ബുക്ക് വഴിയൊക്കെ കോൺടാക്ട് ചെയ്യാൻ നോക്കി, ഒരു ഓപ്ഷനും ഇല്ല. ഞാൻ കുറേ നോക്കി, എന്താ ചെയ്യാമെന്നറിയില്ല. മൊറോക്കോന്ന് സ്പെയിനിൽ ആ സൈഡിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല, കാരണം എൻ്റെ ഷെങ്കൻ വിസ തീർന്നു. പിന്നെ ഈ സൈഡിലേക്ക് പോകണേ അൾജീരിയ വിസ നമുക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റൂ. പിന്നെ വേറെ കൺട്രീസ് ഒന്നുമില്ല മൗറിറ്റാനിയ ഉള്ളത്. അങ്ങോട്ട് പോകണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മൗറിറ്റാനിയ കഴിഞ്ഞിട്ട് സെനഗലിലാണ് പ്ലാൻ. ഇപ്പോൾ ഇവിടുന്ന് 60,000-70,000 ഒക്കെയാണ് ഫ്ലൈറ്റിൻ്റെ റേറ്റ്. ഏറ്റവും കുറഞ്ഞതേ ഏകദേശം 55 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് തൊട്ടപ്പുറമുള്ള രാജ്യത്തേക്ക്. അതും യൂറോപ്പ് കണക്റ്റിംഗ് ഫ്ലൈറ്റാണ്. അപ്പോൾ യൂറോപ്പ് കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഷെങ്കൻ വിസ ഇല്ലാത്തതുകൊണ്ട് യൂറോപ്പ് കണക്റ്റിംഗ് ഫ്ലൈറ്റും എടുക്കാൻ പറ്റില്ല. അങ്ങനെ ആകെ സ്റ്റക്കും ലോക്കും ആയിട്ടാണ് ഞാനുള്ളത്. എന്ത് ചെയ്യുമെന്നറിയില്ല. ഗുഡ് മോർണിംഗ്. സോ വെയിൽ കണ്ടപ്പോൾ തന്നെ പകുതി സമാധാനം കേട്ടോ. നമുക്ക് നീല സ്കൈ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. കുറേ ഡോഗ്സ് ഉണ്ട് കേട്ടോ, കുഞ്ഞിത്. ഇവിടെയൊക്കെ നോക്ക്, ഇവിടുത്തെ ഇങ്ങനെ മൗണ്ടെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ടാന്ന് തോന്നുന്നു ഇത്ര തണുപ്പ്. ഞാൻ ഇന്നലെയൊക്കെ വന്നപ്പോൾ എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്ന കാറിൽ. അതുകൊണ്ടാണ് പുറത്തുനിന്ന് അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സ്റ്റിൽ എല്ലാ ദിവസവും ഒന്ന് വീഡിയോ എടുത്ത് തുടങ്ങണം എന്ന് വിചാരിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് വീണ്ടും അസുഖമായിട്ടും ഓരോ രീതിയിൽ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. ചില ടൈമിൽ അങ്ങനെയാണ്, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും നമ്മുടെ ലൈഫിൽ. ഇപ്പം എൻ്റെ ഒരു ഡൗൺ ടൈമാണ്. പക്ഷേ എന്തോ അടിപൊളിയായിട്ടുള്ള എന്തോ വരാനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഡൗൺ ആവുന്നത്, അപ്പ് ആവാൻ വേണ്ടിയിട്ട്. അവിടെയൊക്കെ നോക്ക്, ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ? ഉണ്ടോ, മൊത്തം ബ്ലൂ കളറിലാണ് ഉള്ളത്. ഈ സ്ഥലത്തിൻ്റെ പേര് അയ്യോ ആയ കൊള്ളാത്തൊരു പേരാണേ. അതുകൊണ്ട് തന്നെ എനിക്ക് അത് ഓർമ്മയിൽ നിൽക്കുന്നില്ല. നോക്ക് എന്ത് ബ്യൂട്ടിഫുള്ളാണ്. നോക്ക്, നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയാണ് കാണാൻ. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനൊക്കെ. അവരെനിക്ക് കെട്ടിത്തരുന്നു കേട്ടാ. ഇത് അവര് എന്നോട് ചോദിക്കാണ്ട് ഇട്ടതാണേ. ഇട് നോ. എൻ്റെ ഓൾറെഡി ഒരു ബന്ധാര തലയിൽ ഇരിക്കുന്നുണ്ട്, പുതിയത് മേടിച്ചത്. അതുകൂടെ പോയാ. താങ്ക് യു. ഇവർ നോക്ക്, ഫോട്ടോ എടുക്കാനും ഇതാക്കാനും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് നമ്മൾ തലയിലിട്ടായിരുന്നു. ഇവിടെ നോക്ക്, ഇവിടുത്തെ ആൾക്കാർ കൂടുതൽ ഇങ്ങനെ തൊപ്പിയെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഇതായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടാ. കണ്ടാ, അവിടെ എല്ലാം ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഈ ഏരിയയിൽ എനിക്ക് ഒന്ന് കുറേ പേര് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ഒരുപാട് ട്രഡീഷണൽ വില്ലേജസും ഉണ്ട്. തണുപ്പായതുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട് തോന്നും. അതിനിടയിൽ പനിയും ജലദോഷവും കൂടെ വന്നപ്പോൾ ഇതുവഴി മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ അതാ താഴേക്ക് എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ലിഫ്റ്റ് അടിച്ച് പോകാനാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും കഴിക്കണം എന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് നടക്കണം. എന്തെങ്കിലും ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റെങ്കിലും കിട്ടിയിരുന്ന ഏതെങ്കിലും കഴിക്കായിരുന്നു. നോട്ട് എവിടെ നോക്കി ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടോ, ഇവിടെ എവിടെ നിന്ന് നോക്കിയാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് ഈ ഒരു വില്ലേജിൻ്റെ. ഞാൻ കാണിച്ചു തരേ. കണ്ടോ, ഇവിടെയൊക്കെ ഫുൾ മൗണ്ടെയിൻസും വീടുകളും ഇങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത്. ഇവിടെ ഉണ്ടോ, ഈ സൈഡ് പിന്നെ മൊത്തം ഈ ഒരു ബ്ലൂ സിറ്റി നമുക്കിത് കാണാൻ പറ്റും. കണ്ടോ, വീടെല്ലാം അടുപ്പിച്ചാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മൾ ജയ്പൂരോ എവിടെ ഉദയ്പൂർ എവിടെയും ഇല്ല ഇതുപോലെ. ഞാൻ പോയിട്ടില്ല കേട്ടോ. രാജസ്ഥാൻ കുറേ പോയിട്ടുണ്ടെങ്കിലും ആ ഒരു ബ്ലൂ സിറ്റി, രാജസ്ഥാനിലെ ബ്ലൂ സിറ്റിയിൽ പോയിട്ടില്ല. അവിടെയും ഇതേപോലെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. നോക്ക്, നൈസാണേ. അവിടുന്ന് എനിക്ക് ഈ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദർദറ എന്ന് പറഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഒരു വില്ലേജ് ഉണ്ട്, ചെറിയ ആ വില്ലേജിലേക്കാണ് ലിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്. എൻ്റെ മുഖം ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, തീരെ വയ്യാണ്ടാക്കുന്നത്.
ഇവിടുത്തെ വ്യൂ നോക്ക്. ഈ വ്യൂ ഒക്കെ കാണുമ്പോൾ അടിപൊളിയാണ്, നല്ല രസമാണ് കേട്ടോ. ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ബ്ലൂ കളറും വൈറ്റ് കളറിലും ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. ആൾക്കാരെ കാണാനും വളരെ ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് എന്താ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, കഴിക്കാൻ എന്തോ തോന്നുന്നുമില്ല. ഭയങ്കര ത്രോട്ട് പെയിൻ ആണ്. ഗ്രീൻ കളറിലെല്ലാം കഫ് വരുന്നത് എക്സ്ട്രീം ആയിട്ടുണ്ട്. ചെറുതായിട്ടല്ല, നല്ല പോലെ ആയിട്ടുണ്ട്. സംസാരിക്കുമ്പോൾ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ വായെല്ലാം ഭയങ്കര ബിറ്റർ ടേസ്റ്റ്, കയപ്പെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് അറിയില്ല കേട്ടോ. നമുക്ക് ഇവിടെ എല്ലാം ഇങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നതാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കുറേ ആൾക്കാരെല്ലാം കാണുന്നുണ്ടാ. ഇതാണ് സ്ഥലത്തിന് പേര്, അയ്യോ അതല്ല, ഷെഫ് ചാവോൻ അങ്ങനെ എന്തോ ആണ്. എനിക്കത് പ്രൊണൗൺസ് ചെയ്യാൻ തന്നെ അറിയുന്നില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര തണുപ്പിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നത്. ഇനി ഞാൻ പോകുന്നതൊക്കെ കൂടുതൽ തണുപ്പാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും പോയി നോക്കട്ടെ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴികളാണ് പോകുന്ന വഴിക്കെല്ലാം. ഇപ്പോൾ സമ്മറിലാണ് ഞാൻ വന്നെങ്കിൽ ചൂടെടുത്തിട്ട് സഹിക്കാൻ പറ്റില്ല. ഈ ഒരു മൊറോക്കോ, ഈജിപ്റ്റ് ഒക്കെ കൂടുതലും നമുക്കിങ്ങനെ വിൻ്ററിലാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. അല്ലെങ്കിൽ ചൂട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഓക്കെ. എനിക്ക് അങ്ങനെ ചൂട് തീരെ പറ്റില്ല. തണുപ്പ് എനിക്ക് അധികം പറ്റൂല. പക്ഷെ ഓക്കെയാണ്. എൻ്റെ കയ്യിൽ മൈനസിൻ്റെ സ്ലിപ്പിംഗ് ബാഗ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കാരണം ഇവിടെ മൈനസൊക്കെ വരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മൊറോക്കോയിലൊക്കെ സ്നോ ഉണ്ട്. സ്നോ കണ്ടിട്ടുണ്ടോ? ഞാനപ്പോൾ അങ്ങോട്ട് പോകണ്ടേ തീരുമാനിച്ചിട്ടില്ല. കാരണം വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് ഇനി കൂടുതൽ തണുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടാവും ഓർത്തിട്ട് ഞാനിപ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ, നല്ല ഗ്രീനറിയാണ് കാണുന്നത്. അതിൻ്റെ ഇടയിലെല്ലാം ചെറിയ ചെറിയ വില്ലേജസും ബുഷ് പോലത്തെ ഓരോ മരങ്ങളാണ് കേട്ടോ ഇടയിലെല്ലാം കാണുന്നത്. അങ്ങോട്ടൊക്കെ കണ്ടോ, മൗണ്ടെയ്ൻസിൽ ഇങ്ങനെ ഫോഗി ആയിട്ട് ക്ലൗഡി ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഇനി ഹൈറ്റിലേക്ക് കയറുവാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ കൂടുതൽ തണുപ്പിലേക്കാണ് പോകുന്നത്. ഈ ഒരു വണ്ടിയിൽ ഞാൻ ദർദറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും കഴിക്കണം. എൻ്റെ ബോഡിയെല്ലാം ഷിവർ ചെയ്യുന്നുണ്ട്, നല്ല ബുദ്ധിമുട്ടാവുന്നുണ്ട്. എന്തോ വായിലെല്ലാം കയ്പായിട്ട് വീഴുന്നു. എൻ്റെ കയ്യിൽ മ്യൂസ്ലി ഉണ്ട്, അത് കഴിക്കാം. പാല് കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് എവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് കാണുന്നുണ്ട്, അവിടുന്ന് കിട്ടാം. ഹായ്, നോക്കിയോട്ടെ ഏട്ടാ. എന്തോ തീരെ നടക്കുന്നില്ല കേട്ടാ. ഇനി ഫുഡ് കഴിക്കാണ്ട് പോലും നടക്കൂല. അപ്പം ഞാനിത് അവിടെ ഒരു മിൽക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടാ. മിൽക്കും പിന്നെ ഓൾറെഡി എൻ്റെ കയ്യിൽ മ്യൂസ്ലി ഉണ്ട്. അപ്പോൾ അതുകൂടെ കഴിക്കുക. ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള പാത്രമാണ്. സ്പൂണും എൻ്റെ കയ്യിലുണ്ട്. ഞാനത് കഴിക്കുക. ഇതൊരു 500 ml ആണ്. ബാക്കി എടുത്തു വെക്കാം എന്ന് വിചാരിക്കുന്നു. ഓൾറെഡി ഇങ്ങനെ അടപ്പൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇതിന് 85 രൂപയാണ് വരുന്നത് പാലിന്. തണുപ്പില്ല പാല്. തണുപ്പുണ്ടായിരുന്നെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ത്രോട്ട് പെയിൻ ആയതുകൊണ്ട് എന്തായാലും തണുപ്പുള്ള കഴിക്കാനും പറ്റൂല. ഞാൻ എന്താ ജസ്റ്റ് ആ പാലിലേക്ക് മ്യൂസ്ലി ഇടുന്ന് കഴിക്കുന്ന അത്രേ ഉള്ളേ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കഴിക്കാൻ തോന്നുന്നില്ല ശരിക്കും പറഞ്ഞാൽ, ത്രോട്ട് പെയിൻ ആയിട്ട്. പക്ഷെ എന്താക്കാനും ഫുഡ് കഴിക്കാണ്ട് അങ്ങോട്ട് നടക്കാൻ പറ്റൂല. അവിടെ കിച്ചൺ ഉണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാമായിരുന്നു. പക്ഷെ ഞാൻ കുക്ക് ചെയ്യാനൊന്നും നിന്നില്ല. ഇതിൻ്റെ മധുരമാണോ? മധുരമുള്ള പോലെ ഒരു ഫീല്. കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യണം. ഫുഡ് കഴിച്ചിട്ട് ഞാനിത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. OUEZZANE ഒസെൻ എന്നാണ് ഇവിടെ പ്രൊണൗൺസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ചിലപ്പോൾ അക്ഷരം വേറെ ആയിരിക്കും, പക്ഷെ പ്രൊണൗൺസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. കാറ്റടിക്കുമ്പോൾ മൂക്ക് നല്ല ഇങ്ങനെ ഒലിക്കുന്നേ. റബാത്താണ് നമ്മളെ ഈ മൊറോക്കോൻ്റെ ക്യാപിറ്റൽ സിറ്റി. മറക്കേഷ് പിന്നെ കസാബ്ലാങ്ക ഒക്കെ വേറെ മെയിൻ സിറ്റീസാണ് മോസ്റ്റ്ലി ടൂറിസ്റ്റൊക്കെ ചെല്ലുന്നത്. എനിക്കറിയില്ല ഞാൻ സിറ്റിയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത്. മോസ്റ്റ്ലി വില്ലേജ് സൈഡിലേക്കാണ് പോകുന്നത്. ഇവിടെ എന്തോ സ്കൂളാണെന്ന് തോന്നുന്നു കേട്ടോ. മൊത്തം പിള്ളേരെ കാണുന്നത്. പിള്ളേരും അങ്ങനത്തെ കടകളും മാത്രം കാണുന്നത്. പിള്ളേരെല്ലാം ഓരോന്നും എന്തൊക്കെയോ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. സ്കൂളാണോ ഇത്? സ്കൂളാണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് മനസ്സിലാവുന്നില്ല.
ഇവിടെ എത്തിയപ്പോഴും ഫുള്ള് നീലയും വെള്ളയാണല്ലോ. ഹായ്, നല്ല രസമാണ് കേട്ടോ പിള്ളേരെ കാണാൻ. ഹായ്, ചെറിയ പിള്ളേരെ സ്കൂളാന്ന് തോന്നുന്നു. ഫുൾ തണുപ്പായതുകൊണ്ട് മൊത്തം ജാക്കറ്റെല്ലാം ഇട്ടിട്ട് എല്ലാവരും എന്തോ പറയുന്നുണ്ട്, എന്താന്ന് മനസ്സിലാവുന്നില്ല. ഹായ് ഹായ്, സുവാക്ഷി എന്തുന്ന എന്തൊക്കെ പറയും. ഈ ഒരു പുള്ളിക്കാരൻ ഇട്ട ഡ്രസ്സാണ് കേട്ടോ അവിടുത്തെ ഒരു ട്രഡീഷണൽ ഡ്രസ്സെല്ലാം. എല്ലാവരും ഇങ്ങനെ തന്നെ ഇടുന്നത്. നമ്മളെ പർദ്ദ പോലെ ഇരിക്കും, ഫുള്ളുണ്ടാവില്ല, മുട്ടിന് താഴെ എന്നാൽ കാല് വരെ എത്തൂല. അങ്ങനെ ഞാൻ എന്താ ഇതുവരെ നടക്കുവാണ്, ലിഫ്റ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സീനാ, ത്രോട്ട് പെയിന്, ബ്ലഡെല്ലാം വന്നത്. ആദ്യം ഗ്രീൻ കളറിൽ കഫ് വന്നിട്ട് ഇപ്പോൾ ബ്ലഡെല്ലാം കഫിൽ വരുന്നത്. അത്രയും സീനായിട്ടുള്ള. ഇവിടുന്ന് ലിഫ്റ്റ് കിട്ടണം, എന്നാൽ അടുത്ത സ്ഥലത്തേക്ക് എത്താൻ പറ്റും. മേ ബി ഇന്ന് ഒരുപാട് ഞാൻ ട്രാവൽ ചെയ്യൂല, അടുത്തൊരു വില്ലേജിൽ ഒന്ന് സ്റ്റേ ചെയ്യാം. ഇവരൊക്കെ എന്താ ഇങ്ങനെ നടുറോട്ട് നിൽക്കുന്നത്, അതാണ് ഞാൻ നോക്കുന്നത്. ഇവരെല്ലാം എന്നെപ്പോൾ ലിഫ്റ്റ് അടിക്കാൻ നിൽക്കുന്നയാ, അത് എന്തിനാ നിൽക്കുന്നയാ? കുറച്ചു നേരം നടന്നപ്പോൾ എനിക്കത് ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആളിതിൽ ഹിന്ദി പാട്ടൊക്കെയാണ് പ്ലേ ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. നല്ല അടിപൊളി സ്കൈ അല്ലേ, നല്ല തണുപ്പുമുണ്ട്, എന്നാൽ നല്ല വെയിലുണ്ട്, നല്ല ക്ലിയർ സ്കൈ. ക്ലിയർ സ്കൈ എന്ന് പറയുമ്പോൾ നല്ല രസമുള്ള സ്കൈ, ബ്ലൂവും വൈറ്റും ഒക്കെ ആയിട്ടുള്ള അടിപൊളിയാണ്. ഓരോ ഇതൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് മേഘങ്ങളൊക്കെ കാണുമ്പോൾ. ഇവിടെ എല്ലാം ഇങ്ങനെ തരിശ് ഭൂമിയായിട്ട് കിടക്കുന്നതാണ്, പക്ഷെ ഇങ്ങനെ കുറേ മരങ്ങളൊക്കെ കാണുന്നുണ്ട്. അടിപൊളിയാണ്. പോകുന്ന വഴിയെല്ലാം നല്ല സീനറ്റിക് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഒരു വില്ലേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു 10-50 കിലോമീറ്ററോളം പിന്നെ വണ്ടികളൊന്നും ഉണ്ടാവില്ല. വണ്ടികളുണ്ടാവും, പക്ഷെ വില്ലേജസ് ഒന്നും ഉണ്ടാവില്ല. അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടു പോവാം. ഞാൻ ഹൊസൻ എന്ന് പറഞ്ഞിട്ടുള്ള ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ റൂം എടുക്കാൻ വിചാരിക്കുന്നത്, തീരെ പറ്റണില്ല. ഞാൻ ഇപ്പം വീട് പോവും, ആ ലെവലിലാണ് ഞാൻ ഉള്ളത്. എനിക്കൊന്ന് ഈ ബാഗിൻ്റെ വെയിറ്റും കൂടെ ആയിട്ടാണ്. ബാഗിൽ 26 കിലോ ഉണ്ട്. ബാഗില്ലാണ്ട് നടക്കുകയാണെങ്കിൽ ഇത്രയും ആവില്ല വയ്യാത്തപ്പോൾ. അതാണ് ഒരു സീന്. ഞാനിവിടെ ഒരു ഹോട്ടൽ നോക്കിയിട്ട് വന്നിട്ടുള്ളത്. അവിടെ പോയി ഇപ്പോൾ അവരാരും പറഞ്ഞു ഇവിടെ നോക്കാൻ, അങ്ങനെ വന്നിട്ടുള്ള കേട്ടോ. നോക്കിയോട്ടെ. അവിടെ ഇങ്ങനെ ഹോസ്റ്റലൊക്കെ പോലെയുള്ള റൂമാണ് കേട്ടോ, പഴയ റൂമാണ്. ഇതിന് തന്നെ 1000 രൂപയാണ്. വാഷ്റൂമൊക്കെ ഭയങ്കര ഇതാണ്. വാഷ്റൂമൊന്നും വെള്ളമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിലുള്ളത്. കാണിച്ചു തരാൻ പോലും പറ്റില്ല, അത്രക്ക് ദയനീയ അവസ്ഥ. ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാണുള്ളത്. എനിക്ക് ആ റൂമിലിരുന്ന് ശ്വാസം മുട്ടുന്നത്, ഭയങ്കര ബാഡ് സ്മെല്ല്, എന്തോ വൃത്തിയായിട്ട സ്മെല്ലായിട്ടാണുള്ളത്. ടോയ്ലറ്റിൻ്റെ സ്മെല്ലും യൂറിൻ്റെ സ്മെല്ലും എല്ലാം പാടായിട്ട്. ഞാനപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഇതുവഴിയെല്ലാം നടക്കാമെന്ന് വിചാരിച്ച്, എല്ലാം കൂടെ ഒരുമിച്ചാണ് വരുന്നത്. ത്രോട്ട് പെയിനും വയ്യാണ്ടും അതിനിടയിൽ അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയാൻ അവിടെ ആളിനെ കാണാനില്ല. ഞാൻ അവിടെ കുറേ വിളിച്ച് നോക്കി എല്ലാവരും, പക്ഷെ ഒരാളും അവിടെ കാണുന്നില്ല. കേട്ടോ, ഇവിടെ എല്ലാം ഇങ്ങനെ ഒരു ഗല്ലി പോലെ ഇങ്ങനെ ഇടുങ്ങിയ സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഗ്രാമം നടന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. റൂമിൽ ഇരുന്നിട്ട് എന്തായാലും പറ്റില്ല. മെഡിസിൻ ഉണ്ട്, മെഡിസിൻ കഴിക്കണം. ഫുഡെല്ലാം കഴിച്ചിട്ട് വേണം മെഡിസിൻ കഴിക്കാൻ. ഞാൻ ഇന്ന് ആകെ കഴിച്ചത് ആ ഓട്സ് മാത്രമാണ്. അപ്പോൾ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇവിടെ കഴുതേനൊക്കെയാണ് അവർ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. പാവം തോന്നുന്നുണ്ട്, അതിനെ കെട്ടിയിട്ടേക്കാണ് അവിടെ. ഇവിടെയൊക്കെ ദേ കുറേ സൂപ്പർ മാർക്കറ്റെല്ലാം കാണുന്നുണ്ട്. നടക്കുമ്പോൾ തന്നെ എന്തോ ബ്രീത്തിങ്ങിനൊക്കെ മൊത്തത്തിലൊരു പ്രോബ്ലമൊക്കെ ഫീൽ ചെയ്യുന്നത്. അവിടുന്ന് നടന്ന് ഞാൻ ദേ വന്ന് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടോ, മുകളിലേക്ക് ഇങ്ങനെ കയറുന്ന സ്ഥലങ്ങളാണ് കേട്ടോ കാണുന്നത്. വീടെല്ലാം തൊട്ടുള്ള വീടുകളാണ്. ഇനി ഏതെങ്കിലുമൊക്കെ ലോക്കൽ ആൾക്കാരുടെ വീട്ടിലൊക്കെ താമസിക്കണമെന്നുണ്ട് കേട്ടോ എനിക്ക്. ഇവിടെ ഇങ്ങനെ സൈഡിലൊക്കെ ഓരോന്ന് വെക്കുന്ന കണ്ടിട്ടുണ്ട്, വിൽക്കുന്നു. ഇവിടെ നല്ല നട്ട്സ് അല്ല കേട്ടോ. എൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ ഓൾമോസ്റ്റ് തീരാനായേ. ഞാൻ ഇപ്പോഴാണ് ഇതെല്ലാം പൈസ മാറ്റിയിട്ടുണ്ടായത്. 8500 3 ദിവസം കൊണ്ട് തീർന്നു. എന്താ ഇപ്പം ഞാൻ യൂസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. റൂം എടുത്തു 3 ദിവസം, അതിന് തന്നെ ആയി 1000. അതുകൊണ്ടാന്ന് തോന്നുന്നു ഇത്രയും പെട്ടെന്ന് പൈസ എല്ലാം തീർന്നത്. പക്ഷേ ഇവിടുത്തെ ആളുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ല ആളുകളാണ്. ഇവിടെ ഡ്രസ്സിങ് ആണെങ്കിലും കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഡ്രസ്സ്. അവരിങ്ങനെ നടന്നു വരുന്നത് കണ്ടില്ലേ. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും വയസ്സായവർ ഇങ്ങനത്തെ ഡ്രസ്സാണ് ഇടുന്നത്. പക്ഷെ ഇപ്പം എല്ലാം മോഡേൺ ആയിട്ട് എല്ലാവരും ചേഞ്ച് ആയത് കണ്ടോ. പാർക്കും പിന്നെ അത്യാവശ്യം നീറ്റാണേ.
എല്ലാവിടെയും കാണാൻ ക്ലീനും നീറ്റും ഒക്കെയാണ്. ഇതാണ് സ്ഥലത്തിന്റെ പേര്, ഐ ലവ് ഉസ്സൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. നോക്ക്, ഭയങ്കര വലിയൊരു സ്പേസ് ആണ്. ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഒക്കെ എനിക്ക് തോന്നുന്നു വീക്കെൻഡിലൊക്കെ ഉണ്ടാവുന്നത്. ഈ ഒരു ചെറിയ ടൗണിന്റെ ഫുൾ വ്യൂ നമുക്ക് ഇവിടെ നിന്നിട്ട് കാണാം. അതല്ല ഇങ്ങനെ ഹൈറ്റിലേക്കാണ് വീടുകളെല്ലാം. ഈ മാപ്പ് ഇട്ടിട്ട് ഞാൻ താഴേക്ക് വരേണ്ടി വരും. ഞാൻ കുറേ നടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയാ. ഇതാണ്ടോ, ഇതുപോലൊരു തൊപ്പി അവർ വെക്കും കേട്ടോ. അതാണ് അവരുടെ ആ ഒരു ഡ്രസ്സിൻ്റെ എല്ലാം ഹൈലൈറ്റ്. നല്ല രസമാണ് അതെല്ലാം ഇങ്ങനെ കാണാനേ. ഇവിടെ കുറേ കോഫി ഷോപ്സ് ഉണ്ട് ഇങ്ങനെ പുറത്തേക്കായിട്ട്. ആ കാണുന്നൊക്കെ ഇവിടുത്തെ കോഫി ഷോപ്സ് ആണ്. ഇത് വെറൈറ്റി ആയിട്ടുള്ള എന്തോ കുറേ സ്വീറ്റ്സ് ഒക്കെയാന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ഹലോ. ഓ, ഫുള്ള് മറ്റേ എന്തോ ടൈപ്പ് മിഠായിയാ കണ്ട. വാവ്, ഫുൾ കളർഫുൾ. ഈ സാധനം ഞാൻ കഴിച്ചിട്ടുണ്ട്. എവിടെ നിന്നാ കഴിച്ച് എനിക്ക് ഓർമ്മയില്ല. അവിടെ വേറൊരു വെറൈറ്റി സാധനം കാണുന്നേ. നമുക്ക് അടിപൊളിട്ടാ, ഫുൾ കളർഫുൾ ആയിട്ടുണ്ട്. ഇതെന്താ, ഇതാദ്യമായിട്ട് കാണുന്ന ചേട്ടാ ഞാൻ ഈ സാധനം. ഇതെന്താന്ന് ഇവരോട് തന്നെ ചോദിച്ചോട്ടെ, ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ചോദിക്കണം, അല്ലാണ്ട് മനസ്സിലാവൂല കേട്ടോ. ഈ സാധനം ആൾ എനിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട് കേട്ടോ. പൊട്ടിച്ച് കഴിക്കാനാ പറയണേ. ഓ, ഇതിന്റെ ഉള്ളിൽ എന്തോ ഒരു നട്ടാണ്. ആ, അവര് പൊട്ടിച്ച് തരാന്ന് പറയുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു ബദാം പോലിരിക്കുന്ന ഒരു കായ. പച്ചയാട്ടോ ഇത്. എനിക്ക് തോന്നുന്നു വേറെ എന്തോ ആക്കിയിട്ട് തിന്നണമെന്ന്. നമ്മളെ കപ്പയില്ലേ, നമ്മളെ കപ്പ എന്തോ ആക്കിയ പോലെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ഇതെന്താണെന്ന് അറിയുന്നവരൊന്ന് കമന്റ് ഇടണേ. ഇതുവരെ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ മൊത്തം ലോക്കൽ ആൾക്കാരാണ്, ടൂറിസ്റ്റുകൾ ഒരാളെ പോലും കാണുന്നില്ല. ഇവിടെ ഈ സാധനം മൊത്തം നിറയെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അടിപൊളി. പിന്നെ അതെ ഇവരെല്ലാം ഷൂ എല്ലാം ഇതാക്കി തരും കേട്ടോ. ഇങ്ങനത്തെ സ്ട്രീറ്റ്സ് ആണ് ഇവിടെ കൂടുതലും. എന്താ വെറൈറ്റി ആയിട്ടുള്ള എന്തോ ഉണ്ടല്ലോ, കേക്കാണോ, അതെന്തോ ഒരു കേക്ക്. ഇത് ഇവിടുത്തെ ഫേമസ് ആണെന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും വന്ന് കഴിക്കുന്നുണ്ട്. എത്രയാന്ന് ചോദിച്ചോക്കാം. ഹലോ, മണി how much money ട്രാൻസ്ലേറ്റ് ഉപയോഗിക്കട്ടെ. ഇവിടുത്തെ മൊറോക്കോയിലെ കുറേ ട്രഡീഷണൽ ഫുഡ്സ് എല്ലാം ഉണ്ട് കേട്ടോ. അതെല്ലാം എനിക്ക് ട്രൈ ആക്കണമെന്നുണ്ട്. ഞാനപ്പോൾ ഇവിടെ ആരുടെയും ചോദിച്ച് നോക്കാൻ വേണ്ടി പോവാണേ, എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്തായാലും ലോക്കൽസ് ആണ് കൂടുതലുള്ളത്. ഇവിടെ ഒരു ഷോപ്പ് കാണുന്നുണ്ട്. അത് ഫുഡിൻ്റെ ഷോപ്പാണോ മനസ്സിലാവുന്നില്ല. ഇവിടെ പോയിട്ട് ചോദിച്ച് നോക്കി നോക്കാം കേട്ടോ. ഇതൊക്കെ യൂസ്ഡ് ക്ലോത്ത്സ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് യൂറോപ്പിൽ നിന്ന് വരുന്നതാണ് ഇതെല്ലാം. ഇവിടെ കുറേ ബണ്ണ്, പിന്നെ ബിസ്ക്കറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ആൾക്കാരെ കാണണം, എന്ത് രസമാണെന്നറിയോ എല്ലാവരെയും കാണാൻ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണേ. ഇത് നോക്ക്, എന്തോ ഒരു ടൈപ്പ് ഫ്രൂട്ടാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ എന്താണ്, മറ്റേ കാക്ടസ് ഫ്രൂട്ടാന്ന് തോന്നുന്നു. കാക്ടസിന്റെ ചെടീൻ്റെ ചിത്രമാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഹൗ മച്ച് 2 dirham 1. ഒരെണ്ണം കഴിച്ചു പോട്ടെ കേട്ടോ. എന്താണ് ടേസ്റ്റ് എന്നറിയില്ല. അവർ അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് തരും എന്ന് പറയുന്നു തോന്നുന്നുണ്ട്. 2 dirham ആണ് കേട്ടോ അതിൻ്റെ റേറ്റ്. ഞാൻ ചേഞ്ച് എടുക്കട്ടെ, എൻ്റെ ചേഞ്ച് ഉണ്ടോ എന്തോ. ഇന്ത്യ. യെസ് 2 dirham കേട്ടോ ഇതിൻ്റെ റേറ്റ്. അവർ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് അത് കട്ട് ചെയ്ത് തരുന്നത്. നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ തോന്നും. ഇതെങ്ങനെയാണ്, ഒരു ഫുൾ ഇതാണോ അതോ ഒരെണ്ണം മാത്രമേ ഉള്ളൂ? ജസ്റ്റ് ഒരെണ്ണത്തിൻ്റെ റേറ്റാന്ന് തോന്നുന്നത്. അതെങ്ങനെ കഴിക്കും? ഓക്കെ, ഓക്കെ, താങ്ക് യു. ഇതാണ് കേട്ടോ സാധനം. ഞാൻ കഴിച്ചോട്ടെ. നല്ല പുളിയാ. ഫുൾ കുരുവായി നോക്ക്. അയ്യോ നോക്ക്,
മറ്റേ ഏതോ സിനിമയിൽ മറ്റേ ഒരു ഇതില്ലേ ആവുന്നല്ലേ ചോത്ത്. എൻ്റെ മോൻ ഒടുക്കത്തെ പുളിയാണേ. ഓ മനുഷ്യൻ്റെ കിളി പോവേ നമുക്ക്. ഫുള്ള് കുരുവാ, കടിക്കുരു എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള കുരു. ചുണ്ടുൾപ്പെടെ ലിപ്സ്റ്റിക് ഇട്ട പോലെ സീന്. ഞാനിവിടെ ഒരു പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ച് എവിടെയാണ് നല്ല റെസ്റ്റോറൻറ്റ് ഉള്ളതെന്ന്. അങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി ഈ ഒരു പുള്ളിക്കാരൻ എന്നെ കൊണ്ടുവന്നു. പക്ഷെ അത് ക്ലോസ് ആയിപ്പോയി. എന്താ ടൈമിങ്, എനിക്ക് പിന്നെ അടിപൊളി ടൈം ആയതുകൊണ്ട് കുഴപ്പമില്ല, എല്ലാം നല്ല പോലെ നടക്കുന്നുണ്ട്. അവിടെ വന്ന് അത് ക്ലോസ് ആയി. ഇനി വേറെ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് എൻ്റെ കൂടെ വരികയാണ് കേട്ടോ. നല്ല ഹെൽപ്പിംഗ് ആണ്. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇതേപോലെ വേറൊരാളോട് ട്രാൻസ്ലേറ്റിൽ ചോദിച്ച സമയത്ത് ആൾ ഇന്ത്യൻ ഭാഷ അറിയുന്ന ഒരാളുണ്ട്, ഇംഗ്ലീഷ് അറിയുന്ന ഒരാളുണ്ട്. അതുകൊണ്ട് എനിക്കൊരു നമ്പറൊക്കെ തന്നു. അപ്പോൾ ആളെന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണേ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതായത് ഇപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ തന്നെ കുറേ സമയം എടുക്കും. നമ്മൾ കോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. ആൾ ഇന്ത്യയിലെല്ലാം ട്രാവൽ ചെയ്ത ഒരാളാണ്. അപ്പോൾ അവർക്ക് ഭാഷ അറിയാം, ഈവൻ ഹിന്ദി അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൽ സംസാരിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ ആളെ എങ്ങോട്ടോ എന്നെ കൊണ്ടുപോകുന്നു കേട്ടോ. ഇന്നിവിടെ ആ കാര്യമായിട്ട് മഴ ഉണ്ടായിട്ടില്ല. മഴയുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഇതിപ്പോൾ ലോക്കൽ ആൾക്കാരിങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ട് അവർക്ക് അറിയുന്നുണ്ടാവും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള എന്താ എവിടെയാണെന്നൊക്കെ ഉള്ളത് കേട്ടോ. ഇതേ ഇവിടെ കുറേ ഫുഡ്സ് കാണുന്നുണ്ട്. ഇവിടുത്തെ എന്തൊക്കെയോ സ്പെഷ്യൽ സാധനങ്ങളാട്ടാ, അടിപൊളി. റേറ്റൊക്കെ എന്താ അവസ്ഥ എന്നറിയില്ല. ഇതിങ്ങനെ അടച്ചു വെക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ കാണാം കേട്ടോ കൂടുതലും. നല്ല രസമാണ്. ഓക്കെ, താങ്ക് യു. ഇവിടെ നോക്കിയോട്ടെ എന്താണല്ലേ, മെനു ഉണ്ടോ? മെനു ഉണ്ടാ. ഇവിടെ മിക്ക കടയിലും അവരിങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ ഇവരുടെ ഫുഡ് ഐറ്റംസ് എല്ലാം. എനിക്ക് തോന്നുന്നു ഇതെല്ലാം സൂപ്പാണെന്ന്. കണ്ടാ, ഇങ്ങനെ സൂപ്പ് ഉണ്ടാക്കാനുള്ളതാണ്. പിന്നെ ദാ ഇവരുടെ ഗ്രിൽ ഐറ്റംസ് ഒക്കെയാന്ന് തോന്നുന്നത്. കബാബ്സ് കണ്ടാ, എന്തോ മിക്സ്ഡ് ആയിട്ടുള്ള മീറ്റൊക്കെ ആയിട്ടുള്ള കബാബൊക്കെയാണ് കാണുന്നത്. ഇവിടെ നോക്കി ടൂറിസ്റ്റുകളൊന്നുമില്ല, ലോക്കൽ ആൾക്കാർ തന്നെയാണ് ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ 45 പറഞ്ഞത്. 45 എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 600 ഇന്ത്യൻ റുപ്പി എല്ലാം വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ ബോർഡിൽ അവിടെ കാണുന്ന റേറ്റ് വേറെയാണ്. അവർ പറഞ്ഞ് മീറ്റിന് അങ്ങനെയാണ് റേറ്റ് എന്നൊക്കെയാണ്. പക്ഷെ ബോർഡിലെല്ലാം അറബിയിൽ എഴുതിയോണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് ക്ലിയർ ആവുന്നില്ല. ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് സാധനം. ലൈവായിട്ട് ഒലീവ് ഒക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്ത്. അതിൻ്റെ ഉള്ളിൽ ചിക്കൻ ആണോ ബീഫാണോ എന്നറിയില്ല. ഞാൻ ചിക്കനാണ് പറഞ്ഞത്. എനിക്ക് കിട്ടിയത് എന്താണെന്ന് അറിയില്ല കേട്ടോ. കഴിച്ചു നോക്കണം. ചിക്കൻ അല്ല അവർ തന്നിട്ടുള്ള ബീഫാണ് കേട്ടോ. കണ്ടോ, ബീഫൊക്കെയാണ്. ഞാൻ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് മീറ്റാണ്. നല്ല ചൂടായിട്ട് ഇത് എടുക്കാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് 2 പേർക്കെല്ലാം കഴിക്കാം. ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എന്താക്കും, വേറെ ഓപ്ഷൻ. അത്യാവശ്യം നല്ല വലിയ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ്, ഒന്നും പറയാല്ല. എൻ്റെ വയറ് ഓൾമോസ്റ്റ് ഫുള്ളായി തുടങ്ങി. ഇന്ന് രാവിലെ തൊട്ട് വേറെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായി. എന്നാൽ പോലും ഫുള്ളായി തുടങ്ങി. എന്നിട്ടും ഞാനത് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നില്ല. സ്റ്റിൽ സോ ടേസ്റ്റി, അടിപൊളിയാണ്. നല്ല തണുപ്പിൽ നല്ല ചൂടോടുകൂടി ഇതിങ്ങനെ കഴിക്കുമ്പോൾ ക്യാരറ്റ്, പൊട്ടാറ്റോ എല്ലാം ഒരു ഫുള്ളിങ്ങനെ ഇട്ടേക്കുക. ബീഫ് ഇച്ചിരി ഉള്ളു, ഒരു ചെറിയ 3 പീസ് അത്ര ഉള്ളേ. പക്ഷെ അടിപൊളി. മൊറോക്കോ വരുന്നവരെന്തായാലും തജ്ജീൻ ട്രൈ ചെയ്യുക, മറക്കാണ്ട് ട്രൈ ചെയ്യാം. മൊറോക്കോ നൈസാട്ടോ. ആൾക്കാർ അടിപൊളിയാണ്, സ്ഥലങ്ങൾ അടിപൊളിയാണ്, എല്ലാം കൊണ്ട് സൂപ്പറാണേ. സോ ഫാർ സോ ഗുഡ്. ഇവിടുത്തെ ഒരു ലോക്കൽ ആൾ എൻ്റെ അടുത്ത് ഇംഗ്ലീഷ് അറിയാം കുറച്ച്. അങ്ങനെ സംസാരിച്ചിട്ട് ഇവിടെ എനിക്കൊരു ടീ എല്ലാം മേടിച്ചത്. ഞാൻ ടീ കുടിക്കില്ല വേണ്ടാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല കേട്ടോ. ഞാൻ പൈസയൊക്കെ കൊടുത്ത് ഇവിടുന്ന് ഇറങ്ങിയതാണ്. ഇറങ്ങിയ സമയത്ത് ആൾ വന്നത്. ഞാൻ എന്താ ഈ ഒരു ടീ കുടിക്കുന്നത്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഞാൻ ഇതുവഴി. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ കണ്ടോ ഒരു ഗ്രൗണ്ട് പോലെയാണ്. ഇവിടെ മൊത്തം ലോക്കൽ ആൾക്കാരാണ്. ഇവിടുത്തെ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്ടോ. കണ്ടോ
അപ്പോൾ ഈ ഒരു സ്ഥലത്ത് മോസ്റ്റ്ലി ടൂറിസ്റ്റുകളൊന്നും ഉണ്ടാവില്ല, ഫുൾ ഇങ്ങനത്തെ ലോക്കൽ ആൾക്കാർ തന്നെയാണ്. അവരുടെ ഓരോ ട്രഡീഷണൽ ഫുഡാണ്. ഇതെന്താ ഫുഡ് അടച്ചു വെച്ചേക്കാം കേട്ടോ, ഒന്നും മനസ്സിലാവുന്നില്ല. എന്തോ ഷെൽസ് എല്ലാം ഇട്ടിട്ടാ കണ്ടാ. Can I see? ഇത് മറ്റേ സാധനം നമ്മുടെ കപ്പുണ്ടല്ലോ. ഓക്കെ, ഓ അതാണ് കേട്ടാ, അതവരുടെ ട്രഡീഷണൽ ഫുഡാന്ന് തോന്നുന്നു. ഇതെന്താ? ഓക്കെ, കടല. ഓക്കെ, താങ്ക് യു. കടല കേട്ടോ, എന്തോ ഒരു സ്മെല്ലുണ്ട് അതിങ്ങനെ പുഴുങ്ങിയത് കഴിക്കുന്നതിന്. എൻ്റെ വയർ ഫുള്ളാ, അല്ലെങ്കിൽ വേറെയും കഴിച്ചോക്കായിരുന്നേ. ഇവിടെ എല്ലാം അത് തന്നെയാന്ന് തോന്നുന്നു കേട്ടാ. ഇതേ കളർഫുൾ ആയിട്ടുള്ള സാധനം. ഒച്ചാണോ? ഒച്ച പോലത്തെ ഒരു സാധനം കേട്ടോ. കണ്ടാ, അതിൻ്റെ ഉള്ളിലെല്ലാം ഒച്ച. കണ്ടാ, അത് എല്ലാവരും കുടിക്കുന്നു, സൂപ്പായിട്ട് കുടിക്കുന്നു, എന്നിട്ട് അത് കുത്തി കഴിക്കുന്നു. ഒച്ചല്ല, എന്തായാലും പറയാ, എന്തോ സാധനം മനസ്സിലാവുന്നേ ഇല്ല കേട്ടാ. ഈ കാണുന്ന കടയിലെല്ലാം ആ സെയിം സാധനമാണ് കേട്ടോ ഉള്ളത്. ഞാൻ മൊത്തം നടന്ന് നോക്കിയതാണ്. ഓൾറെഡി 3-4 കടയെല്ലാം ക്ലോസ് ആയി കിടക്കുന്നുണ്ട്. എല്ലാം ആ ഒരു എന്താ പറയുക, ഒച്ചു പോലെ ഇരിക്കുന്ന സാധനം കണ്ട. അതെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമല്ലാണ് കേട്ടോ അത്. ഇവിടെയും ഇട്ടുണ്ട് കണ്ട, ഇഷ്ടം പോലെ. അത് നല്ല ചൂടോടുകൂടി നല്ല കുറേ സൂപ്പ് ഇതൊക്കെയാണ്. ശരിക്കും ഇവരുടെ ഓരോ സിറ്റിയിലും ഓരോ സ്റ്റൈലും ഓരോ ഫുഡ് കൾച്ചർ ഉണ്ട്. അപ്പം അതെല്ലാം ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റുക. കണ്ടാ, അത് തന്നെ. അതിന് ആ വെള്ളമുണ്ട്, ആ വെള്ളത്തെപ്പാടതാക്കുന്നത്. വെള്ളത്തെപ്പാട് അവർ കുടിക്കുകയും ചെയ്യുന്നു കേട്ടാ. അതിനൊരു നല്ല സ്മെല്ലെല്ലാം ഉണ്ടേ, ഒരു സിനമണോ എന്തിൻ്റെയൊക്കെയോ സ്മെല്ലെല്ലാം കണ്ടാ. ഇവിടെ ഏത് സിറ്റി ആണെങ്കിലും ഇതേപോലെയാണ് കേട്ടോ. ഫുള്ള് ഇങ്ങനെ വലിയ വീടുകൾ, അതിങ്ങനെ ചേർന്നായിരിക്കും. അതിങ്ങനെ ഓരോ ഗ്യാപ്പ് ഉണ്ടാവും, ആ ഗ്യാപ്പിലൂടെ ഇങ്ങനെ പോകണം. നല്ല തണുപ്പുണ്ട്, ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ നല്ല പോലെ ഷുഗർ കഴിക്കൂട്ടാ, മൊറോക്കോയിലായാലും പിന്നെ ഇവിടെ നമ്മൾ തുർക്കിയിലെല്ലാം. ഇതുണ്ട്, അതൊക്കെ എന്തൊക്കെയോ ഷുഗറിൻ്റെ സാധനങ്ങളാ, എന്താന്ന് തന്നെ മനസ്സിലാവുന്നില്ല. എക്സ്ട്രീം ഷുഗർ കണ്ടറിയാത്ത ജിലേബി പോലെ ഇരിക്കുന്ന ഒരു സാധനം ഷുഗർ. ഇവിടെ നിന്ന് എന്തോ മാച്ചെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇവിടെ എല്ലാവരും കഫേയിൽ TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാ, മാച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊറോക്കോവും പിന്നെ ഏതോ ഒരു ഇതും കൂടാണ് മാച്ച് നടക്കുന്നത് കേട്ടോ. നോക്ക്, എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണുന്നേ. ഇത് ആഫ്രിക്കയിലെല്ലാം പോകുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഓറഞ്ചാ, കഴിക്കാൻ എടുക്കൂലേ? ആർക്കും പണ്ടേ ഓറഞ്ച് പൊട്ടിച്ചാലോ അതിനെ ആലോചിക്കുന്നത്. പിന്നെ ഇല്ലേ, ഈ ഗ്രാമത്തിൽ മൊത്തം വെള്ളം കെട്ടായി കിടക്കുവാണ്. അതുകൊണ്ടാണ് അവിടെ ഒന്നും ടോയ്ലറ്റ് വൃത്തിയില്ലാത്തതും ടോയ്ലറ്റിലൊന്നും വെള്ളം ഒന്നും ഇല്ലാത്തതേ. അതാണ് ഞാൻ ഓൾറെഡി ചോദിച്ചു. ഇവിടെ നോക്ക്, ഇവിടെ ആൾക്കാർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഫേയിലെല്ലാം. പിന്നെ നേരത്തെ ഒരു പുള്ളിക്കാരൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, കുറച്ച് ഇംഗ്ലീഷ് അറിയുന്നതെന്ന് പറഞ്ഞില്ലേ. ആള് ആർമിക്കാരനാണ്, അപ്പം അതുകൊണ്ടാണ് വീഡിയോയിൽ വരാത്തതെന്ന് പറഞ്ഞ്. എന്നിട്ട് ആളുടെ കൂടെ കാറിലെല്ലാം കയറി ആളുടെ ഏതോ ഫാമിലീനൊക്കെ കൊണ്ടാക്കാൻ പോയി. ഒരു അമ്മമ്മയും ഒരു പുള്ളിക്കാരിയും ഒരു ചെറിയ കൊച്ചൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കവിളിലൊക്കെ ഉമ്മ വന്നു കേട്ടോ. 2 സൈഡിൽ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. പക്ഷെ അവർക്ക് വീഡിയോയിൽ വരാൻ ഷൈയാന്ന് പറഞ്ഞ് അങ്ങനെ അവർ വീഡിയോയിലൊന്നും വന്നില്ലേ. അപ്പോൾ ഞാനിതാ ഇതുവഴിയൊക്കെ നടക്കുകയാണ്. റീചാർജ് ചെയ്യണം വിചാരിച്ച് എൻ്റെ നെറ്റ് ഓൾറെഡി ഒരു 1000 രൂപക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് തീർന്ന്. പിന്നെ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഒടുക്കത്തെ റേറ്റ്. അപ്പോൾ എനിക്കാണെങ്കിൽ റൂമിലാണെങ്കിൽ വൈഫൈ കിട്ടുന്നില്ല. ഇന്നലെ ആണെങ്കിലും അവിടെ റൂമിൽ വൈഫൈ ഉണ്ടായിരുന്നു, വൈഫൈ ഉണ്ട്, കിട്ടുന്നില്ല. ഇവിടെ അതെ, വൈഫൈ ഉണ്ട്, വൈഫൈ കിട്ടുന്നില്ല. അതാണ് അവസ്ഥ കേട്ടോ. വെള്ളം മേടിക്കണം, അവിടെ കുടിക്കാൻ പോലും വെള്ളമില്ല, ഒന്നിനും വെള്ളമില്ല, ടോയ്ലറ്റിൽ ഒന്നിനും വെള്ളമില്ല, ടിഷ്യൂ പേപ്പർ പോലും ഇല്ല. ഇത് നോക്ക്, എല്ലാവരും ഈ ഒരു കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൊറോക്കോയും പിന്നെ വേറെ ഏതോ കൂടെയാണ് ഒരുമിച്ച് കളിക്കുന്നത്. എല്ലാ കഫേസിലും കേട്ടോ. അതെ, ഈ കാണുന്ന കഫേയിലെല്ലാം ഇങ്ങനെ കളി കാണുന്ന ആൾക്കാരാ. പെണ്ണുങ്ങളൊന്നും ഇല്ലേ, എല്ലാ ആണുങ്ങളാണ്. ഇപ്പൊ സമയം ഒരു 10 മണിയായിട്ടുണ്ട്, അതുകൊണ്ടാണ്. കറങ്ങി തിരിച്ച് ഞാൻ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ തണുപ്പാണ് കേട്ടോ, ഭയങ്കര തണുപ്പ്. 2 കട്ടിയുള്ള പുതപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ AC കാണുന്നുണ്ട്, പക്ഷെ അതൊന്നും ഓണാവുന്നൊന്നും ഇല്ല. ഞാൻ പറഞ്ഞേ, ഫുൾ പൊട്ടിപ്പൊളിഞ്ഞ പോലത്തെ ഒരു ബിൽഡിങ്ങും അങ്ങനത്തെ പഴയൊരു സ്ഥലമാണ്. വിറച്ച് എൻ്റെ ഇടയിൽ പനിയും കൂടെ, ഇടയ്ക്ക് കൂടും കുറയും, ത്രോട്ട് പെയിനും എല്ലാം കഫും എല്ലാം സീനായിട്ടുള്ളത്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.